അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണിത്. നമ്മളിന്ന് ശനിയാഴ്ചയായിട്ടൊരു വർക്കിന് പോവാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വർക്കിന് പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഷോർട്സ് ആയിട്ടും വ്ളോഗായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വർക്കിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് അപ്പോൾ അതെ നമ്മൾ KR മാർക്കറ്റിൻ്റെ അടുത്തുള്ള ശ്രീ ഗോത്വാദ് ഭവൻ എന്ന് പറഞ്ഞ ഒരു ഹാളിലാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. നമ്മളിപ്പോൾ ഇതേ പരിപാടിക്ക് കയറാൻ പോവാണ്. ഇതുവരെ സ്റ്റാർട്ടായുള്ള നമ്മളിനി ചെന്നിട്ട് സ്റ്റാർട്ട് ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സാധാരണ വർക്കിന് പോയാൽ നമുക്ക് ചായ കിട്ടാറൊന്നുമില്ല. ഇന്നിപ്പോൾ അവർ കാണാത്തതുകൊണ്ട് നമുക്ക് ചായ കിട്ടി. കണ്ടു കഴിയാൻ അവർ കുടിക്കണ്ടെന്ന് പറയത്തുള്ളൂ. അപ്പോൾ ചായ പിടിച്ച് വർക്ക് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് വർക്ക് തുടങ്ങാൻ പോകണുള്ളൂ. വർക്ക് തുടങ്ങണമെങ്കിൽ സമയം ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേ തുടങ്ങുള്ളൂ. നമ്മൾ പിന്നെ നേരത്തെ വന്നു, നമ്മൾ നേരത്തെ വിളിച്ച് വരുത്തും എല്ലാ വർക്കിനും. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് തുടങ്ങിയില്ലായിരുന്നു, പരിപാടി തുടങ്ങിയില്ലായിരുന്നു. ഇപ്പോൾ ഫുൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അറേഞ്ച് ചെയ്ത് സെറ്റ് ആകണുള്ളൂ. 2 മണി, ഞാൻ പറഞ്ഞ പോലെ 2 മണിക്കേ പരിപാടി തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഫുൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മെനു കാർഡ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കണ വർക്ക് എന്തായാലും മൂഞ്ചിയിട്ടുണ്ട്. നമ്മൾ വന്നത് വിളമ്പാണെന്ന് പറഞ്ഞാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹൽദി പ്രോഗ്രാം ഉണ്ട്. 2nd ഫ്ലോറിലാണ് പ്രോഗ്രാം നടക്കുന്നത്. ഹൽദി പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറഞ്ഞു അവിടെ പരിപാടിയൊന്നുമില്ല, നിങ്ങൾ താഴെ പോയിരുന്ന പ്ലേറ്റും ഈ ബൗളും സ്പൂണൊക്കെ തുടച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെ പരിപാടി എന്തായാലും അടപടലും മൂഞ്ചി. ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഉച്ചയ്ക്ക് പരിപാടി ഉണ്ടോയെന്നറിയില്ല. 2 മണിയാകുമ്പോൾ ലഞ്ച് ഉണ്ടെന്ന് പറയുന്നുണ്ട്. തൽക്കാലം ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമുക്ക് പരിപാടിയൊന്നുമില്ല. ഇത് തീർത്ത് കഴിഞ്ഞാൽ ഇരുന്നോളാനാ പറഞ്ഞേക്കുന്നത്. പറഞ്ഞാൽ ചെറിയൊരു ഡിസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ഡിസ്റ്റോടെ വന്നേക്കാണ്. ഇപ്പം അവർ പറയണു നമ്മളിപ്പോൾ പോയി സർവീസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആദ്യം അവർ തന്നെ പറഞ്ഞു ആദ്യം നിങ്ങൾക്ക് ഇല്ലാന്നാണ് പറഞ്ഞതെന്ന്. ഇപ്പോൾ അവർ പറയണു നമുക്കിപ്പോൾ സർവീസിങ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ സർവീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു ഹൽദി പ്രോഗ്രാം പറഞ്ഞു. രാത്രിയാണ് മാരേജിൻ്റെ ഫംഗ്ഷൻ, നൈറ്റാണെന്നാണ് പറയണത്. അപ്പോൾ ഹൽദിയുടെ പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട്. അവരിപ്പോൾ ഹൽദി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പിള്ളേരവിടെ വർക്ക് എടുക്കുന്നുണ്ട്. കാര്യം ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങ് മാറി തന്നെയാണ്. എല്ലാവരും നല്ല റഷ് അങ്ങനെ കാര്യമായിട്ടില്ല. ഹൽദി പ്രോഗ്രാം ആയതുകൊണ്ട് കുറച്ച് പേരുള്ളൂ, ഫാമിലീസ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ബോളിയും പായസവും ഫ്രൂട്ട് സലാഡും വന്നിട്ടുണ്ട് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ബാക്കിയുള്ളത് ഇത് കഴിച്ച് കഴിഞ്ഞ് അടുത്ത ട്രിപ്പായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം തീർന്നു. നമ്മൾ കഴിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ പറയണത് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മളെ വിട്ട ആൾ ഒരു 3 പേരെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 3 പേര് വന്നാലാണ് പോകാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ കഴിച്ചിറങ്ങിയപ്പോഴാണ് പറഞ്ഞത് ഇന്നത്തെ ദിവസം മൊത്തം ട്വിസ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ വന്നപ്പോൾ തൊട്ടേ ഓരോ പണി വന്നുകൊണ്ടിരിക്കുക. അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം അതുണ്ട് ഇതുണ്ടെന്ന് അങ്ങനെ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പണിയെല്ലാം തീർന്ന് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ആ 3 പിള്ളേർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാമെന്നാണ് അവർ പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.